OBYOCയിലെ ജീവനക്കാർ ഒളിവിൽ പോയെന്ന് പോലീസ്. വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. OCയിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തില് ഒരു കൗണ്ടർ കേസ് കൊടുത്ത് ഒരു BJPയുടെ നേതാവായിട്ട് കൂടിയിട്ടുള്ള അഭിനേതാവായ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിനെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള വകുപ്പുകളൊക്കെ ചുമത്തി പോലീസ് നീങ്ങുമ്പോഴാണ് ഇവര് A to Z കാര്യങ്ങൾ വീഡിയോ ചെയ്തു വെച്ചതുകൊണ്ട് കൃഷ്ണകുമാറിനും അല്ലെങ്കിൽ ദിയയ്ക്കും ഒരു തുണയായി എന്ന് വേണം പറയാൻ. ഇത്രയും തെളിവ് കൊടുത്തിട്ടും ഈ 3 പേരും വന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ജാതി അധിക്ഷേപം നടത്തി, പിന്നെ വേറെ സെക്സ് റാക്കറ്റിലുള്ളതാണോ എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ പറഞ്ഞ് കൃഷ്ണകുമാറിനെ ഇടിച്ചു താഴ്ത്തും അല്ലെങ്കിൽ ദിയ കൃഷ്ണയുടെ ഈ ആരോപണത്തെ ചെറുത്ത് നിൽപ്പിന് അവർ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു കണ്ടപ്പോൾ ഇപ്പോൾ 3 കള്ളികളും മുങ്ങിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ ക്രോസ് ചെക്കിംഗ് നടത്തിയപ്പോൾ 63 ലക്ഷം രൂപ കിട്ടി കണ്ടെത്തിയതായി മനോരമ പറയുന്നു, റിപ്പോർട്ടർ പറയുന്നു 66. എന്തായാലും ശരി, ഒരു 4-5 ലക്ഷം രൂപയുടെ വ്യത്യാസമേ കൃഷ്ണകുമാർ പറയുന്നതുമായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ. എന്തായാലും ഒരു കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാര്യം ഒരു സാധാരണ കുടുംബങ്ങളിൽ നിന്നൊക്കെ ജോലി തേടി പോകുന്ന പെൺപിള്ളേർക്ക് പോലും ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കേസ്. എത്രയോ നിഷ്കളങ്കരായ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഓരോ സ്ഥാപനത്തിലും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലും അല്ലെങ്കിൽ ഈ സ്ഥാപന ഉടമകളുടെയൊക്കെ മനസ്സിൽ മറ്റൊരു രീതിയിൽ ഇവരെ കാണുന്ന ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതായത് കടയിലെ 3 ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കായി ഒരു വർഷത്തിനിടെ 63 ലക്ഷം രൂപ എത്തിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞത് 69 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ്. ഏറെക്കുറെ അതിനോടടുത്ത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തിരിമറി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ജീവനക്കാർ ഒളിവിൽ പോയതായും പോലീസ് സംശയിക്കുന്നു. ഏതായാലും ശരി, പോലീസിന് ഇങ്ങനൊരു കേസ് വന്നു. ഇതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് ഈ കൃഷ്ണകുമാറുമായിട്ട് സംസാരിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം തെളിയിക്കുവാൻ പോലീസ് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഒരു പോസിറ്റീവായി വരുന്ന ഒരു ഘട്ടം വന്നിട്ടും ഇവർ രക്ഷപ്പെടാൻ ഈ പോലീസ് എന്തിന് ഇത്രയും സാവകാശം കൊടുത്തു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇനിയും പോലീസ് നെട്ടോട്ട് ഓടി വേണം ഈ എന്നാലും പിടിക്കും. നമ്മുടെ പോലീസ് ആ കാര്യത്തിലൊക്കെ ആഗ്രഹമാണ്. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് എന്തിനു കൊടുത്തു? ഇപ്പോൾ അവരുടെ വീട്ടിൽ തിരക്കുമ്പോൾ പറയുന്നത് കൊച്ചിയിൽ അഭിഭാഷകനെ കാണുവാൻ പോയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്, മുൻകൂർ ജാമ്യം എടുക്കാനൊക്കെ പോയെന്നൊക്കെയാ പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതൊരു ഒരു ഒരു പാളിച്ച വന്നിട്ടുണ്ട്. കാര്യം രക്ഷപ്പെടാനുള്ള ഒരു പഴുത് ഉണ്ടാക്കി കൊടുക്കുക. ഇത് കേവലം 1 മണിക്കൂർ കൊണ്ട് ഇപ്പം കറക്റ്റ് എമൗണ്ട് ഈ 66 ലക്ഷവും ഇല്ല 63 ലക്ഷവും ഒന്നും കണ്ടുപിടിച്ചില്ലെപ്പോഴും നിസ്സാരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ട്രാൻസാക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സമയം അല്ലെങ്കിൽ ആ കേസിലേക്ക് അവരെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള ഒരു ഇത് കാണിച്ചില്ല പോലീസ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ പോലീസിന്റെ ചില നിഷ്ക്രിയത്വം എന്ന് പറയുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ അവർ പിടിക്കും. 3 പേരാണ്. ആരൊക്കെയാണ് അവരുടെ പേരുകൾ ഇപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. ജസ്റ്റിന തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജസ്റ്റിന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരാതി നൽകിയപ്പോൾ ഇവരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവർ നിരപരാധികളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പോലീസ് അന്വേഷണം ഒരു നിരപരാധികളാണെന്നല്ല, കൃഷ്ണകുമാറിന്റെ ഒരു രാഷ്ട്രീയ ഇത് ഉള്ളതുകൊണ്ട് അതിനെ ശരിക്കും മുതലെടുക്കുവാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പം ആരുടെ ആയാലും കോൺഗ്രസിന്റെ ആയാലും LDFന്റെ ആയാലും സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടി അവർ കുറെ ഈ എന്താണ് പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തിക്കൊണ്ട് ആ ഒരു കുടുംബത്തെ ശരിക്കും ഒരു നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് സത്യം. അയ്യപ്പദാസ്, അഞ്ജിത, നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ
ഏതാണ്ടൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച ഒരു അവസ്ഥയിലേക്കാണ്. അതായത് ഇതിനകത്ത് സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇവിടെ ന്യായം കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും ഭാഗത്താണ് എന്നുള്ള കാര്യത്തിലാണ്. ന്യായം കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും ഭാഗത്താണെന്ന് കണ്ടെത്തി. പക്ഷെ പ്രതികളെ പിടിക്കുവാൻ ഇനിയും പോലീസ് ഒന്ന് ഓടണം. OYOCയിലെ ജീവനക്കാർ ഒളിവിൽ പോയെന്ന് പോലീസ്. വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെ ബന്ധപ്പെടാൻ വിനീത, ദിവ്യ, രാധാകുമാരി കാണുവാനില്ല. അടുത്ത ഒരു പോസ്റ്റർ ഇറക്കിയാല് ഇവരെവിടാണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടത് ഒരു തലവേദന പോലീസിനുണ്ട്. കാര്യം അത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഈ ആൾക്കാർ അത്രയും ഒരു രാഷ്ട്രീയമായി ഒരു കോളിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. കഴിയുന്നില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 66 ലക്ഷം രൂപ 3 പേരുടെയും അക്കൗണ്ടിൽ എത്തിയത് 63 പറഞ്ഞിട്ടുള്ളൂ മനോരമ. ഇവര് 3 കയറ്റിയതാണോ അറിയത്തില്ല. 66 പറഞ്ഞു. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം അതിനിടയ്ക്ക് എമൗണ്ട് 60 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പോയിട്ടുണ്ട്. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതേസമയം ദിയ കൃഷ്ണ GST അടച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഈ അതിനകത്തിലെ കണ്ണാടിക്കാരി എന്തോ അതിന്റെ പേര് നമുക്ക് ഇപ്പൊ വ്യക്തമല്ല. 3 പെൺപിള്ളേരുടെ പേര് പറഞ്ഞെങ്കിൽ പോലും അവര് പറയുന്നത് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ, അതായത് ആരും ഇത് വിശ്വസിക്കുന്ന രീതിയിൽ ഇവർക്കറിയാം ഒരു കള്ളം ചെയ്തുള്ള ഒരു ദിവസം പിടിക്കപ്പെടുന്ന എന്തായാലും അവർക്കറിയാം. പക്ഷെ അതിന് മുൻകൂട്ടി അവർ ചില പ്ലാനുകൾ എന്തൊക്കെ പറയണം. ഒന്നുകിൽ ഇവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിൽ കാണും. അല്ലെങ്കിൽ ഇത്ര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആൻസർ മീഡിയക്ക് മുന്നിൽ എന്ന് പറയാ. ടാക്സ് വെട്ടിക്കാൻ പറഞ്ഞു കഴിയുമ്പോ തന്നെ അത് ഏകദേശം സ്വാഭാവികമായി എല്ലാവരും വിശ്വസിക്കും. ടാക്സ് എല്ലാവരും കുറെ വെട്ടിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. കുറെ GSTയിലൊക്കെ പെടുത്താതൊക്കെ അത് ബിസിനസ് സ്ഥാപനങ്ങളിലെ ഒരു പോക്കാണ്. അത് നമ്മളിപ്പോ എവിടെ നോക്കിയാൽ അതൊക്കെ കാണാം. അപ്പം GST അടച്ച രസീതുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ അതിൽ നിന്നും ഒരു രീതിയിലും ഇവർ പറയുന്ന കാര്യങ്ങളിൽ പിന്നെ ജനമോ അല്ലെങ്കിൽ പോലീസോ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു നഗ്നമായ സത്യമാണ്. കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയ 3 ജീവനക്കാരാണ് ഒളിവിൽ പോയത്. ഇവളാണ് ഇതിന്റെ സൂത്രധാരി. ഈ കണ്ണാടി വെച്ച ഈ ഒരു പെണ്ണാണ് മറ്റു 2 പെൺകുട്ടികളെ കൂടി ഇതിലേക്ക് വലിച്ചിടിച്ചത് എന്നാണ് പറയുന്നത്. മൊഴിയെടുക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനായില്ല. അഭിഭാഷകനെ കാണാൻ കൊച്ചിക്ക് പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഹാജരാവുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫ്. എന്തായാലും ശരി, അവര് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഇവരെ ട്രാക്ക് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഇവരെവിടെ പോയി എന്നുള്ളത് 3 പേരെയും കൂടെ ഒരിടത്താണെങ്കിൽ പോലീസിന്റെ പണി എളുപ്പമായി. ഒരിടത്തൊന്ന് പിടിച്ചാൽ മതി. എന്തായാലും ശരി, അവരെ പൊക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അവരെവിടെ പോയി ഒളിക്കാനാ? എത്ര നാളല്ലെങ്കിൽ ഒളിക്കും. അപ്പം ഏതായാലും ശരി, ഇതിനൊരു പര്യവസാനം എന്ന് വേണം പറയുവാൻ. ഇപ്പോൾ നമ്മൾ ഇതിന്റെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുമുള്ള സ്ഥാപനം നടത്തുന്നവർക്കുള്ള ഒരു ഇതിനകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരമാവധി ബിസിനസ് സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്യാഷ് ഡീലിങ്സ് ഇപ്പോൾ എല്ലാം QR കോഡും ഒക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡിജിറ്റലിലേക്ക് നമ്മൾ വരും വർഷങ്ങൾക്ക് കംപ്ലീറ്റ് പേയ്മെന്റുകൾ മാറും. അപ്പൊ ഇതിനും തട്ടിപ്പുകളുടെ വിവിധ മുഖങ്ങൾ നമുക്ക് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഇച്ചിരി വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ള ഈ പെൺകുട്ടികൾ ഇതിനൊക്കെ മുതിരുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് നന്മയുള്ള എത്രയോ പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതുപോലെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കും വിശ്വസ്തരായവരെ പോലും സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലെങ്കിൽ മാറി എന്നുള്ളതൊരു സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.